ഹലോ, എന്തിനാ ഇങ്ങനെ മാറിയും തിരിഞ്ഞും വിളിക്കുന്നത്? മോളെ, അമ്മയ്ക്ക് ഫോൺ ഒന്ന് കൊടുക്കൂ. അമ്മച്ചിക്ക് പപ്പയോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാ ഫോൺ കട്ട് ചെയ്തത്. റീത്ത എന്റെ ഫോൺ കട്ട് ചെയ്യില്ല. അമ്മച്ചി തന്നെയാ ഫോൺ കട്ട് ചെയ്തത്. മോളി ഫോൺ ഒന്ന് കൊടുക്ക്, അത്യാവശ്യമായ ഒരു കാര്യം പറയാനാ. ഒരു പ്ലീസും ഇല്ല, ഞങ്ങൾക്കൊന്നും സംസാരിക്കാനുമില്ല, ഒന്നും കേൾക്കാനുമില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ വിളിച്ചിനി ശല്യം ചെയ്യരുത്. ഞാനാ തെറ്റ് ചെയ്തത്. മോളെന്താ ഈ പറയുന്നേ? പറ്റിപ്പോയി. തനിച്ചാക്കി പോയ പപ്പയോടുള്ള ദേഷ്യം, ഒരു പിണക്കം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ പിണക്കം കുറഞ്ഞു പോവാതെ സൂക്ഷിച്ചത് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള മനഃശക്തിക്ക് വേണ്ടി മാത്രമാ. മരിക്കാൻ പോവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കാണണ്ടെന്ന് പറയുമോ ഞാൻ? പിണങ്ങിന്നല്ലാതെ വെറുത്തിട്ടൊന്നുമില്ല ഞാൻ. എന്റെ പപ്പയല്ലേ ഇത്? അമ്മച്ചി പറഞ്ഞത് ശരിയാ. ഒരുപക്ഷെ അമ്മച്ചി പപ്പയോട് സംസാരിച്ചിരുന്നെങ്കിൽ, ഞാനെങ്കിലും ഒരല്പം സ്നേഹത്തോടെ രണ്ടു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പപ്പ പോവില്ലായിരുന്നു, മരിക്കില്ലായിരുന്നു. അമ്മച്ചി ഇപ്പോഴേ ഒഴുക്കുന്ന കണ്ണീരിന്റെ കാരണക്കാരി ഞാനാ. മാതാവിന്റെ മുന്നിലെ തിരികെടുത്തിയ പാപം അമ്മച്ചിയെ കൊണ്ട് ചെയ്യിച്ചത് ഞാനാ. ഈ പാപം എനിക്ക് തിരുത്തണം. പക്ഷെ എന്റെ പപ്പയുടെ മരണം, അതിന് ഞാൻ എന്ത് പ്രായശ്ചിത്ത മാതാവേ ചെയ്യേണ്ടത്? ഞാൻ ചെയ്ത തെറ്റിന് ഏത് കുരിശുമല കയറണം ഞാൻ? എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ മാതാവേ, ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. മോളെ, പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി. പക്ഷെ അതിന്റെ പപ്പയുടെ ജീവൻ എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മച്ചി. അമ്മച്ചി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മച്ചി പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. അമ്മച്ചി എന്നെക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് പപ്പയാ. ആ സ്നേഹം നഷ്ടപ്പെടുത്തി എന്നെ എങ്ങനെ വേണമെങ്കിലും അമ്മച്ചിക്ക് ശിക്ഷിക്കാം. അമ്മച്ചി പറ. പൊറുക്കാൻ പറ്റില്ലല്ലേ? ചെയ്തു പോയ പാപമൊന്ന് ഏറ്റു പറയാൻ പോലും കഴിയാതെ ഹൃദയം പൊട്ടി ദിവസങ്ങൾ തള്ളി നീക്കുമായിരുന്നു ഞാൻ. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് പോലെ ആലോചിച്ചതാ. അമ്മച്ചിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ട്. പറ്റിയില്ല, തനിച്ചാക്കാൻ തോന്നിയില്ല. അങ്ങനെ അങ്ങ് പോവോ നീ? ഇപ്പൊ എനിക്ക് സങ്കടമില്ല. നമ്മളെ കുറിച്ചൊന്ന് ഓർക്കുക പോലും ചെയ്യാതെ ഇച്ചായനങ്ങ് പൊയ്ക്കളഞ്ഞെന്ന് പറഞ്ഞപ്പോ അതെനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഓർത്തല്ലോ, വന്നല്ലോ, അവസാനമായിട്ടെങ്കിലും ഒന്ന് കാണാനും പറ്റിയില്ല. മരിക്കരുതെന്ന് പറഞ്ഞ് തടയാനും പറ്റിയില്ല. അതൊന്നും സാരമില്ല. അമ്മച്ചി അമ്മച്ചി പറഞ്ഞില്ലേ, ഒരു വിഷമമില്ല.
അമ്മച്ചി കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. അമ്മച്ചി പറഞ്ഞില്ലേ, ഒരു വിഷമമില്ല. അമ്മച്ചി കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. സമയായപ്പോ കർത്താവ് വിളിച്ചു, പപ്പ പോയി. അത്രേ ഉള്ളൂ. മോള് പൊയ്ക്കോ, പൊയ്ക്കോ മോളെ. ഞാൻ വൈകിയോ മാതാവേ? അല്പം ലേറ്റായി പോയി. ആ ഇടിക്കുളയച്ചനെ ഒഴിവാക്കിയാലല്ലേ വരാൻ പറ്റൂ. എഴുതി വെച്ചല്ലോ അല്ലേ? എവിടെ? ഞാൻ വെച്ചിട്ട് പോയ പേപ്പർ എവിടെ? ഓ, മനസ്സിലായി. ഞാൻ തന്നതിൻ്റെ ബാക്കി നമ്പർ എഴുതി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലേ? പ്രാർത്ഥിച്ചാലേ ഇനി തരത്തുള്ളായിരിക്കും. ശരി, പ്രാർത്ഥിച്ചേക്കാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്നെ വലിയൊരു ദിവ്യശക്തിയുള്ള ആളാക്കണം. അതിന് എനിക്ക് ആ നമ്പർ വേണം. വേഗം തന്നേ, ഞാൻ കണ്ണ് തുറക്കുകയാണേ. എവിടെ മാതാവ്? ഞാനിവിടെ വെച്ച നമ്പർ എവിടെ പോയി? ഞാനിവിടെ വെച്ച നമ്പർ എവിടെ പോയി മാതാവ്? പറ്റിക്കായിരുന്നല്ലേ? ഇത് ഭയങ്കര ചതിയായിപ്പോയി മാതാവേ. ഇത് എന്നോട് വേണ്ടായിരുന്നു. മിണ്ടത്തില്ല ഞാൻ. രാത്രിയിൽ കഴിക്കാൻ എന്താ വേണ്ടേ? എന്തായാലും മതി. പുട്ടുണ്ടാക്കട്ടെ അതോ കഞ്ഞി മതിയോ? ഒന്നും ഇല്ലേലും വേണ്ടില്ല, ഒന്ന് പോയി തരാമോ? ചോദിച്ചാണോ ഇപ്പൊ കുഴപ്പമായത്? ഹലോ സാറേ, വല്ലതും അറിഞ്ഞോ? ഒരു സന്തോഷ വാർത്തയുണ്ട് ജോൺസാ. ആണോ സാറേ? മോളെവിടെയുണ്ടെന്ന് അറിഞ്ഞോ? ആണോ? എന്നാ ഇപ്പൊ തന്നെ പോയാലോ? അങ്ങനെ ചെന്ന് കേറാൻ അത്ര സേഫ് അല്ല ജോൺസാ. നാളെ രാവിലെ തന്നെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അയ്യോ, നാളെ രാവിലെ എന്നൊക്കെ പറയുമ്പോ അത്രയും നേരം എനിക്ക് കാത്തിരിക്കാൻ വയ്യ സാറേ, അതുകൊണ്ടാ. ശരി സാറേ, ഞാൻ അങ്ങോട്ട് വന്നോളാം സ്റ്റേഷനിലേക്ക്. സാറേ, നാളെ തന്നെ മോളെ കൊണ്ടുവരാലോ സാറേ? ആകെ ഒരു വെപ്രാളം. താൻ സമാധാനായിട്ടിരിക്കേ. നാളെ ഏഞ്ചൽ ജോൺസന്റെ ഒപ്പം ഉണ്ടായിരിക്കും. എന്താ പോരെ? മതി, അത് മതി. എന്റെ മാതാവേ. എന്റെ മോളെ.
എടി ഇസേ, എടി എഴുന്നേക്കാന്. പോച്ച് കിടന്ന് ഉറങ്ങുവല്ലേ? എടി എഴുന്നേക്കടി. എന്താ അമ്മച്ചി, ഉറങ്ങാനും സമ്മതിക്കില്ലേ? അതെ, ഇന്നത്തോടെ നിന്റെ ഉറക്കം എല്ലാം തീരാൻ പോവാ. എന്നതാ? ഇപ്പൊ ഉണർന്നെഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്ത ജീവിതകാലം മൊത്തം സുഖമായിട്ട് ഉറങ്ങാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, ആ പോലീസുകാരൻ ഏഞ്ചൽ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. സത്യമാണോ അമ്മച്ചി? സത്യം. നാളെ തന്നെ പപ്പയും പോലീസുകാരും കൂടി ഏഞ്ചലുള്ള വീട്ടിലേക്ക് പോവാണെന്ന്. ഇത് അമ്മച്ചി എങ്ങനെ അറിഞ്ഞു? ഇച്ചായ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. രാവിലെ തന്നെ അവര് പോവും. നാളെ തന്നെ ഏഞ്ചലിനെ കൊണ്ടുവരും. കൊണ്ടുവന്ന ഏഞ്ചൽ ആദ്യം മൊഴി കൊടുക്കുന്നത് നിനക്കെതിരെയായിരിക്കും, വെട്ടിയതിന്. എന്റെ മോളെ, ഉള്ളത് ഞാൻ പറഞ്ഞേക്കാം, ഇത് പണിയാകാൻ പോവാ. ഏഞ്ചൽ ഇപ്പൊ എവിടെ ഉണ്ടെന്നാ പറഞ്ഞത്? അതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നാളെ ഈ നേരാവുമ്പോ ഈ കട്ടില് കിടന്നുറങ്ങാൻ ഏഞ്ചൽ ഉണ്ടാകും ഈ വീട്ടില്. ഉണ്ടാവില്ല. ഏഞ്ചൽ നാളെ വരില്ല. അതെങ്ങനെ? അവളെ കൊണ്ടുവരാൻ പപ്പ പോയാലല്ലേ അവള് വരൂ. പപ്പ നാളെ ഇവിടുന്ന് പോയില്ല. മോളെ, എന്ത് ചെയ്യാൻ പോവോ നീ? അമ്മച്ചി നോക്കിക്കോ, ഏഞ്ചലിനെ ഒഴിവാക്കാൻ ഇനി ഞാൻ എന്തും ചെയ്യും.